എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സോളാണെങ്കിൽ കിമ്മിന്റെ ഫേസ് കാണുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇത് കാണുന്നതും കിമ്മ് ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് അവനവന്റെ പഴയ വീട്ടിലോട്ടങ്ങ് തിരിച്ചു പോകും. അവനവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവന്റെ മാനേജറിന്റെ അടുത്ത് പറയും. അതേപോലെ തന്നെ നമ്മുടെ സോളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ വിചാരിക്കും അതിനു വേണ്ടി അവൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ സോള് അവളുടെ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരത്ത് കിമ്മിന്റെ വീടിന്റെ മുമ്പിലായിട്ടൊരു പാഴ്സൽ ഇരിക്കുന്നതാണ്. അവൾ അത് കഴിഞ്ഞിട്ട് അവളുടെ ഷോപ്പിലായിട്ട് പോകും. അവിടെ ചെല്ലുന്ന അവളുടെ അസിസ്റ്റന്റ് കിമ്മിനെ പറ്റി ചോദിക്കും. എന്നാൽ നമ്മളുടെ സോളാണെങ്കിൽ പറയുന്നത് അവൻ്റെ ഒരു നല്ല ആളാണ് എന്നാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സോൾ അപ്പുറത്തെ ഒരു കടയിലായിട്ട് ചായ കുടിക്കാൻ പോകും. അവിടെയുള്ള കുറച്ച് ആൾക്കാർ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മളുടെ സോളിന് അതൊന്നും വലിയ ബാധകമേ ആയിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഒരു പുതിയ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവിടോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നതാണ്. അവരാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസിനെ പറ്റി പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ കിമ്മാണെങ്കിൽ ഫോൺ നോക്കാൻ നേരത്ത് ഇന്റർനെറ്റിൽ ഫുള്ളും അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ആ പെൺകുട്ടിയുടെ മരണത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസസ് ആണ്. ഇതൊക്കെ കാണുന്നതും കിം ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം കിം ആണെങ്കിൽ ഒരിടത്ത് പോയിട്ട് തിരിച്ചവൻ്റെ അപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ അതിന്റെ മുമ്പിലായിട്ട് കുറേ റിപ്പോർട്ടേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടേഴ്സ് വേറെ ആരെയോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്നാൽ നമ്മളുടെ കിം പേടിച്ചിട്ട് അവൻ വേഗം തന്നെ നമ്മളുടെ സോളിന്റെ അപ്പാർട്ട്മെന്റില്ലേ അവിടേക്ക് വരും. എന്നാൽ അവന് എങ്ങനെയെങ്കിലും സോളിനെ അവോയ്ഡ് ചെയ്യണം. കറക്റ്റായിട്ട് സോൾ അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അവിടെ നമ്മുടെ സോളാണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് പറയും, സോറി ഞാൻ നിന്റെ ഫേസ് കണ്ടതിന് എന്ന്. എന്നാൽ നമ്മുടെ കിമ്മി ചോദിക്കും, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. സോള് പറയുന്നത് തന്നെ നിന്റെ ഫേസ് കാണാൻ നല്ല ഭംഗിയാണ്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഒരാൾ വന്നിട്ട് നമ്മുടെ സോളിൻ്റെ അടുത്ത് അവളുടെ ഫോൺ ഒന്ന് ചോദിക്കും. അയാളുടെ ഫോൺ കളഞ്ഞു പോയി, പേഴ്സ് പോയി എന്നും പറഞ്ഞിട്ട് സോൾ അയാൾക്ക് ഫോൺ കൊടുക്കും. എന്നാൽ നമ്മളുടെ കിമ്മാണെങ്കിൽ അവളെ ഉപദേശിക്കും. എന്നിട്ട് പറയും, നീ എന്തിനാ അവന് ഫോൺ കൊടുത്തത്, അവൻ നിന്റെ ഫോണും കൊണ്ട് ഓടിപ്പോയാലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് പറയും, ഒരിക്കലും ഇല്ല, എനിക്ക് ആൾക്കാരെ വിശ്വാസമില്ല, എങ്കിലും ഞാൻ അവരുടെ വാക്ക് വിശ്വസിക്കുന്നുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ ആ ആള് വന്നിട്ട് നമ്മുടെ സോളിന്റെ അടുത്ത് ഒരു 100 രൂപ കടം ചോദിക്കും. അവളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അവൾ നമ്മുടെ കിമ്മിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാണ് അയാൾക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ കാണുന്നത് നമ്മുടെ കിമ്മ് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മളുടെ ആ സിയോങ് ഇല്ലേ പാട്ടുകാരി, അവളാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് വീഴുന്നതാണ്. അങ്ങനെ നമ്മളുടെ കിമ്മാണെങ്കിൽ സിയോങ്ങിനെ വിളിക്കും. അവള് പറയും, എനിക്ക് നിന്നെ കാണണം, നീ ഇങ്ങോട്ട് വരണോ എന്ന്. എന്നാൽ നമ്മളുടെ കിമ്മാണെങ്കിൽ പറയും, പറ്റത്തില്ല എന്ന് പറഞ്ഞ് കോൾ അങ്ങ് കട്ട് ചെയ്യും. അവളുടെ അടുത്തായിട്ട് മാനേജർ ഉണ്ടായിരുന്നു. അവൻ പറയും, നീ എന്ത് വിചാരിച്ചോ അവൻ നിന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യുമെന്ന്, ഒരിക്കലും ഇല്ല, അവന് നിന്നെ ഇഷ്ടമേ അല്ല എന്നും പറഞ്ഞിട്ട് അവളെ കളിയാക്കും. അതേസമയം തന്നെ ആ ഹോസ്പിറ്റലിന്റെ പുറത്തായിട്ട് കുറെ ആൾക്കാരിരുന്ന് സ്ട്രൈക്ക് ചെയ്യുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ സിയോങ്ങിനാണെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥ വരാൻ കാരണം അവളുടെ കമ്പനിയാണെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇക്കൂട്ടത്തിൽ നമ്മുടെ സോളിന്റെ അസിസ്റ്റന്റും ഉണ്ട്. അവനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഷോപ്പിലായിട്ട് വരുന്നതും അവിടെയാണെങ്കിൽ അവന്റെ അടുത്തൊരു പെങ്കൊച്ച് ഹുഡിയാക്കി എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ എന്തോ അവന്റെ ഫേവറേറ്റ് ഐഡലായിട്ടുള്ള സിയോങ് തന്നെയാണ്. ഇവളെ കാണുന്ന ഷോക്കായി പോകും. ഇവളവനെ കണ്ടിട്ട് പറയും, നീ ആരുടെ പറയരുതെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലിരുന്ന ഒരു മുട്ട എഴുതുക അവൻ അങ്ങ് കൊടുക്കും. അവനതൊരു ഗിഫ്റ്റ് പോലെ അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സോളിന്റെ അമ്മയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവളെ വിളിക്കുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ വെറും പാവപ്പെട്ടത് നിൽക്കുന്ന സ്ഥലമാണെന്നേ തോന്നുന്നു. എന്നിട്ട് അവൾക്ക് ഫോട്ടോ അയച്ചിട്ട് ഫോൺ വഴി പൈസ ചോദിക്കും. ഉടനെ എന്നെ സോള് പറയും, അമ്മ ഇത് എന്തെടുക്കുവാണ്, എന്തായിരുന്നാലും എൻ്റെ അടുത്ത് നേരിട്ട് കണ്ടിട്ട് മുഖാമുഖം ചോദിച്ചാലേ ഞാൻ തരത്തോളൂ എന്ന് അവള് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മാനേജറില്ലേ അവൻ്റെ അനിയൻ വന്നിട്ട് അവൻ്റെ അടുത്ത് ക്യാഷ് ചോദിക്കുന്നതാണ്. അങ്ങനെ മാനേജർ അവന് ക്യാഷ് കൊടുക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ മാനേജറിനൊരു കോൾ വന്നിട്ട് അങ്ങോട്ട് തിരിയുന്നതും ഇയാളുടെ അനിയനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന അവൻ്റെ കാറിന്റെ കീ എടുത്തുണ്ടെന്ന് മുങ്ങും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ അവൻ്റെ ബ്രദർ എവിടേക്കാണ് പോയതെന്നുള്ള സ്ഥലത്തിന്റെ ഫുൾ ഹിസ്റ്ററി വേണമായിരുന്നു. അവൻ അതിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ കിമ്മിനാണെങ്കിൽ അവൻ്റെ വീട്ടിലിരിക്കാൻ നേരത്തൊരു കോളിംഗ് ബെല്ല് വരുന്നതാണ്. അവൻ അങ്ങനെ വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെ ഒരു ലേഡി ആണെങ്കിൽ ഒരു പേപ്പറും പിടിച്ചുകൊണ്ട് നിൽക്കുക. അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ എനിക്ക് ക്യാഷ് വേണം, എനിക്ക് ക്യാഷ് തരുമോ എന്നും ചോദിച്ചിട്ടായിരുന്നു. ഇവനിത് കണ്ട് ഭയങ്കരമായിട്ട് ഷോക്കാവും. പെട്ടെന്നാണ് മനസ്സിലാവുന്നത് ഇത് വേറെ ആരുമല്ല നമ്മുടെ സോളിന്റെ അമ്മയാ എന്ന്. സോൾ അവിടോട്ട് വന്നിട്ട് ചോദിക്കും, അമ്മ എന്തുവാ കാണിക്കുന്നേ എന്ന്. അവളുടെ അടുത്താണെങ്കിൽ അവളുടെ അമ്മ പറയും, നമ്മൾ ഇക്കാലത്ത് നല്ല റിച്ച് ആവേണ്ടയായിരുന്നു, നീ ഒറ്റൊരുത്തി കാരണമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ആവാനുള്ള അവസ്ഥ, എനിക്ക് ക്യാഷ് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങും. സത്യത്തിൽ ഇതെല്ലാം നമ്മളുടെ കിം അവിടെ അകത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുക. സോൾ ആണെങ്കിൽ അവളുടെ അമ്മയ്ക്ക് പൈസ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവളാണെങ്കിൽ ബാൽക്കണിയിൽ പോയി നോയിക്കൊണ്ട് നിൽക്കുന്നതാണ്. അവളുടെ അമ്മ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങിയായിരുന്നു. അതേപോലെ തന്നെ കിം അവളുടെ സൈഡിലായിട്ട് അവൻ്റെ റൂമിൽ നിന്നിട്ട് സംസാരിക്കാൻ തുടങ്ങും. എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന്. എനിക്കൊരു അമ്മയുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള അവസരം പോലും കിട്ടിയിട്ടില്ല. അത് വെച്ചിട്ട് നോക്കുമ്പോൾ നീ എത്രയോ ഭാഗ്യവതിയാണ്
എന്നും പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും. നമ്മുടെ സോളിന് ഇത് കേൾക്കുന്നേ കുറച്ച് സമാധാനമാവും. അപ്പോഴും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ സോളാണെങ്കിൽ കുഞ്ഞിലെ ആയിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലായിട്ട് ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറയും, മോളെ നിന്റെ അമ്മ കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എനിക്ക് പൈസ വേണോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സോളിന് മനസ്സിലാവും അവർ പറയുന്നത് സത്യവാ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ വീടിനകത്ത് കൊണ്ടുവന്നിട്ട് അമ്മയുടെ പാസ്ബുക്കും കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചിട്ട് പറയും, നിങ്ങൾക്ക് എത്ര പൈസയാണോ വേണ്ടത് അത് മാത്രം എടുത്തോ എന്ന്. എന്നാൽ ലേഡി ആണെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിലെ പൈസ കണ്ട് കണ്ണ് തള്ളിയിട്ട് അവർ പറയും, ഓക്കെ ഞാൻ പൈസ എല്ലാം തിരിച്ചു തരാം എന്ന്. എന്നാൽ അവൾക്ക് കേൾക്കുന്നേ മനസ്സിലാവും ഇവർ പറയുന്നത് കള്ളവാ എന്ന്. അവൾ പെട്ടെന്ന് തന്നെ പറയും, മര്യാദയ്ക്ക് എല്ലാം തിരിച്ചു തന്നോണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അടിയുണ്ടാക്കും. എന്നാൽ ലേഡി ആണെങ്കിൽ വഴക്ക് കൂടി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അങ്ങനെയാണ് നമ്മുടെ സോളിൻ്റെ അമ്മയുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടത്. യഥാർത്ഥത്തിൽ സോളിൻ്റെ അമ്മയെന്ന് പറയുന്നതേ ഒരു തട്ടിപ്പാരിയായിരുന്നു. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ സോളും കിമ്മും കൂടി ഒരുമിച്ച് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചാണ് ലിഫ്റ്റിൽ നിൽക്കുന്നത്. അവിടെ നമ്മളുടെ സോളിന് അവളുടെ ക്ലയൻറ്റിന് എടുക്കുന്നൊരു കോള് വരും. അതിനകത്ത് ഫുൾ ഡേറ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ കിമ്മ് വിചാരിക്കും അവൾ ഏതോ ഒരാളുമായിട്ട് ഡേറ്റിന് പോകാൻ പോവുക എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോളാണെങ്കിൽ അവളുടെ ഷോപ്പിലായിട്ട് നിൽക്കാൻ നിർത്തി 2 പോലീസുകാരെ കാണുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ അത് നല്ലതുപോലെ ശ്രദ്ധിക്കും. അവളാണെങ്കിൽ അവരെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോളാണെങ്കിൽ ക്ലയൻറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ ആ പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് കള്ളം പറയുന്നോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സോളിനെ അവിടെ കൊണ്ടുവന്നേക്കുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് ഫുൾ കള്ളവാ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ സോൾ അവളുടെ അടുത്ത് സത്യമെല്ലാം പറഞ്ഞു കൊടുക്കും, നിന്റെ ബോയ് ഫ്രണ്ട് കള്ളവാ പറയുന്നത് എന്ന്. എന്നാൽ ഈ പെൺകുട്ടി അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും, ഓക്കെ കള്ളവാണല്ലേ, എനിക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കും. അവിടെ നമ്മളുടെ സോളാണെങ്കിൽ അവളുടെ എക്സ്പീരിയൻസ് ഓർക്കും. എന്നിട്ട് പറയും, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനും എൻ്റെ അടുത്ത് ഇതേപോലെ ഒരുപാട് കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ സോളിൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഓഫീസറായിട്ടുള്ള ആളാണ് കേട്ടോ. അങ്ങനെ അവൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നതും പെട്ടെന്ന് തന്നെ അവിടേക്ക് ആ ബോയ് ഫ്രണ്ട് വന്നിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കും. എന്നിട്ട് പറയും, സോറി ഞാൻ നിന്നോട് ഒരുപാട് കള്ളം പറയേണ്ടതായിട്ട് വന്നു, എനിക്ക് നല്ലതുപോലെ അറിയാം. ഇത് കേൾക്കുന്നതും ആ ഗേൾ ഫ്രണ്ട് ഭയങ്കര ഷോക്കാവും. അതേപോലെ തന്നെ നമ്മുടെ സോളും ഷോക്കാവും. അവളപ്പോൾ അവളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും. അവൾ വിചാരിക്കും, ഒരു പക്ഷേ അവൻ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കാമെന്ന് കള്ളം പറഞ്ഞതും ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും എന്നൊക്കെ അവൾ ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മാനേജറിന്റെ ബ്രദർ ആണെങ്കിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതാണ്. അവിടെയായിട്ട് സിയോങ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങും. അവളാണെങ്കിൽ ലൈവ് ബ്രോഡ്കാസ്റ്റും ചെയ്യുന്നുണ്ട്. അവിടെയായിട്ട് അവളുടെ ഫുൾ ഫാൻസ് ആണ് നിൽക്കുന്നത്. അതായത് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ പോലെ. അവളാണെങ്കിൽ ഈ മാനേജറിന്റെ ബ്രദറിന്റെ ചോദിക്കും, ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നല്ലോ, അതെന്തായി? അങ്ങനെ മാനേജറിന്റെ ബ്രദർ ആണെങ്കിൽ അവൾക്ക് ആ കാറിന്റെ ഫുൾ ലൊക്കേഷന്റെ ഹിസ്റ്ററി അയച്ചു കൊടുക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോളാണെങ്കിൽ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലായിട്ട് വരുന്നതാണ്. അവൾ കുടിക്കാനായിട്ടിരിക്കുന്നതും അവളുടെ അടുത്തായിട്ട് ഒരാൾ വന്ന് സംസാരിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അവിടെ തന്നെയാണ് നമ്മളുടെ കിമ്മും പിയാനോ പ്ലേ ചെയ്യാൻ വരുന്നത്. അവനാണെങ്കിൽ ഇതെല്ലാം കാണും. അവൻ വിചാരിക്കും ഒരു പക്ഷേ നമ്മുടെ സോളിൻ്റെ ഡേറ്റിനുള്ള ആളായിരിക്കും ഇത് എന്ന്. എന്നാൽ ഇയാളാണെങ്കിൽ നമ്മുടെ സോളിൻ്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അയാളാണെങ്കിൽ അവളെ അടിക്കാനൊക്കെ ഒരുങ്ങും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഗേൾഫ്രണ്ടിനെ നഷ്ടപ്പെടാൻ കാര്യവും നമ്മളുടെ സോള് തന്നെയായിരുന്നു. അവളും അത് സമ്മതിച്ചു കൊടുക്കും. അതെ, എനിക്ക് നിങ്ങളെല്ലാവരെയും പിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ പോലെയുള്ളവർക്കൊന്നും ഗേൾഫ്രണ്ട് പാടില്ല എന്ന്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മ് ഇടയിൽ വന്നിട്ട് നമ്മുടെ സോളിനെ അങ്ങ് രക്ഷിക്കും. എന്നിട്ട് അവളെയും കൊണ്ട് അവൻ കാറിലങ്ങ് പോവും. ഇവിടെ നമ്മളുടെ കിമ്മാണെങ്കിൽ ഫേസിൽ ആ മാസ്ക് ഇട്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോള് ചോദിക്കും, നീ മാസ്ക് ഇട്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് അവൻ അതിനെപ്പറ്റി ഓർക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ മാസ്ക് ഇടും. അപ്പം നമ്മളുടെ സോള് പറയും, നീ എപ്പോഴും ഇങ്ങനെ മാസ്ക് ഇടേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വരും. അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. രണ്ടുപേരും കൂടി കംഫർട്ടബിൾ ആയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. നല്ലതുപോലെ എൻജോയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മുടെ കിമ്മാണെങ്കിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലൊന്നും പോയി ഫുഡ് കഴിക്കാറില്ല. അവൻ്റെ ഫേസ് റിവീലാവും എന്ന് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് തിരിച്ച് കാറിൽ വരുന്നതാണ്. അവിടെ നമ്മളുടെ സോള് പറയും, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ആരും നിന്നെ തിരിച്ചറിയാൻ ഒരു ചാൻസും ഇല്ല, നീ ഇങ്ങനെ മാസ്ക് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തുന്നതും വേഗം തന്നെ നടന്നു പോകും. അവിടെ എത്തുമ്പോൾ എന്തുവാ 2 റിപ്പോർട്ടേഴ്സ് നമ്മളുടെ കിമ്മിനെ നോക്കുന്നത് അവൾക്ക് മനസ്സിലാവും. അവൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് അവരെ ഡീവിയേറ്റ് ചെയ്യാൻ നോക്കും. എന്നിട്ട് അവൾ വേഗം തന്നെ നമ്മളുടെ കിമ്മിൻ്റെ അടുത്തോട്ട് ഓടി വരും. അവൻ്റെ ഫേസ് കാണാത്ത രീതിയിൽ അവൾ അവിടെ നിന്ന് ചാടാൻ തുടങ്ങും. അങ്ങനെ അവൻ്റെ ഫേസ് മറച്ചിട്ട് പെട്ടെന്ന് തന്നെ അവനെ ഹഗ് ചെയ്ത് അവനെ ഇങ്ങനെ മുഖവും മറച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടങ്ങ് പോകും. നമ്മളുടെ ഈ റിപ്പോർട്ടേഴ്സ് വിചാരിക്കുന്നത് തന്നെ അവർ രണ്ടുപേരും കപ്പിൾസ് ആണ് എന്നാ. അവിടെ നമ്മളുടെ കിമ്മ് ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ റൂമിൻ്റെ മുമ്പിലെത്തിയിട്ട് അവന് പാസ്വേഡ് പോലും അടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അവൻ നെർവസ് ആയിരുന്നു. അങ്ങോട്ടേക്ക് റിപ്പോർട്ടേഴ്സ് വരുന്നു എന്ന് തോന്നുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളാണെങ്കിൽ കിമ്മിനെയും കൊണ്ട് അവളുടെ റൂമിലായിട്ട് വരും. അവിടെ ഫുള്ള് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോൾ അവിടെ എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങും. അങ്ങനെ രണ്ടുപേരും അവിടെ ഇരിക്കും. ആ റിപ്പോർട്ടേഴ്സ്
ആണെങ്കിൽ പുറത്ത് നമ്മളുടെ കിമ്മിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ കിം ആണെങ്കിൽ അവിടെ ഒരു ഡോക്യുമെന്റ് കാണും. അത് കാണുമ്പോഴാണ് നമ്മളുടെ കിമ്മിനാണെങ്കിൽ സോളിന്റെ പേര് മനസ്സിലാവുന്നത്. അത് കേൾക്കുന്നേയും അവൻ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ സോള് തിരിച്ച് അവൻ്റെ അടുത്ത് പേര് ചോദിക്കും. അവനിവിടെ പറയുന്നത് കിംസങ് എന്നാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോള് ഞെട്ടിപ്പോവും. എന്താന്ന് വെച്ചാൽ അവനിവിടെ സത്യം തന്നെ പറഞ്ഞത്. അവൻ്റെ യഥാർത്ഥ പേര് അത് തന്നെയാണ്. സോളാണെങ്കിൽ അങ്ങനെ അവൻ്റെ പേരൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. എന്നാൽ അതൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മിനാണെങ്കിൽ സിയോങ്ങിൻ്റെ അടുത്ത് നിന്നൊരു കോൾ വരും. കിമ്മിൻ്റെ ഫോണിലായിട്ട് നമ്മുടെ സിയോങ് അവൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് സേവ് ചെയ്തിട്ടേക്കുന്നത്. ഇത് കാണുന്നേ നമ്മളുടെ സോള് വിചാരിക്കും ഒരു പക്ഷേ സിയോങ് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും എന്ന്. അവൾ അതിനെപ്പറ്റി ചോദിക്കും. എന്നാൽ നമ്മളുടെ കിമ്മ് പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന്. അതുമൊക്കെ സത്യമായിട്ട് എന്നാ തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ സോള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇനി ഒരു പക്ഷേ അവളുടെ പവേഴ്സ് ഇവൻ്റെ അടുത്ത് വർക്ക് ചെയ്യാത്തതാണെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് പിന്നീട് കാണിക്കുന്ന നമ്മളുടെ റിപ്പോർട്ടേഴ്സ് ഇല്ല. അവരാണെങ്കിൽ കിമ്മിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടോട്ട് ഒരു ഡെലിവറി മാൻ വരും. അയാളുടെ ഫോട്ടോ എടുക്കുന്നതും അയാൾ ചോദിക്കും എന്തിനാ എൻ്റെ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ആ ക്യാമറയൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയും. പെട്ടെന്ന് തന്നെ അവിടോട്ട് പോലീസും വരും. അങ്ങനെ അവിടെ ആകെപ്പാടൊരു ബഹളമാവും. ഈ പോലീസിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ സോളിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ലിഫ്റ്റിൽ കയറി ഇവന്മാരെയൊക്കെ കൊണ്ടങ്ങ് പോകും. ആ എക്സ് ബോയ് ഫ്രണ്ടിന് പോകാൻ വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. അവൻ്റെ പേര് കാങ് എന്നാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെ ഒരു പാഴ്സൽ ഇരിക്കുന്ന കാണും. അതിനകത്ത് പേര് നോക്കുമ്പോഴാണ് കാങ്ങിന് മനസ്സിലാവുന്നത് ഇത് നമ്മളുടെ സോളിൻ്റെ വീടാണ് എന്ന്. അവൻ ആ പാഴ്സൽ കൊടുക്കാനായിട്ട് വരുന്നതും സോള് പെട്ടെന്ന് തന്നെ ഡോറങ്ങ് ഓപ്പൺ ചെയ്യും. അവർ രണ്ടുപേരും പരസ്പരം കാണും. രണ്ടുപേരും നല്ലതുപോലെ ഷോക്കായിരുന്നു. നമ്മളുടെ കാങ് ആണെങ്കിൽ സോളിൻ്റെ അടുത്ത് ചോദിക്കും നിന്നെ ഞാൻ എത്ര നാളിന് ശേഷവാ കാണുന്നത് എന്ന്. അവനവിടെ സോറിയൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ അവളുടെ അടുത്ത് മിസ് ചെയ്യുന്നു എന്നും പറയും. അവനകത്തോട്ട് കയറാനായിട്ട് ഒരുങ്ങുന്നേ. എന്നാൽ പുറത്താണെങ്കിൽ നമ്മളുടെ കിമ്മിൻ്റെ ഷൂ കിടക്കുന്ന കാണുന്നേ. അവൻ പറയും വേണ്ട പിന്നീട് ഒരിക്കലും വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. ഇവനിവിടെ മിസ്അണ്ടർസ്റ്റാൻഡ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അതായത് നമ്മുടെ സോളിന് ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയെന്നും പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോൾ അകത്തോട്ട് വരുമ്പോൾ കിം അവിടെ പറയും നിന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അവനിപ്പോൾ നല്ലതുപോലെ തെറ്റിദ്ധരിച്ച് കാണും എൻ്റെ ഷൂ പുറത്ത് കിടക്കുന്ന കണ്ടിട്ട്. എന്നാൽ നമ്മുടെ സോള് പറയും അങ്ങനെയൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോവും. കിം അവിടെ നിന്നങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം മാനേജർ ആണെങ്കിൽ അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് സിയോങ്ങിൻ്റെ ആ വീഡിയോനെ പറ്റി ചോദിക്കുന്നതാണ്. അങ്ങനെ അവൻ്റെ ബ്രദർ ആണെങ്കിൽ സത്യമെല്ലാം പറയും. സിയോങ് ആണ് അവൻ്റെ ആ സെർച്ച് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന മാനേജർ വേഗം തന്നെ നമ്മുടെ കിമ്മിനെ കാണാൻ വരും. എന്നിട്ട് സോറിയൊക്കെ പറയും. എന്താന്ന് വെച്ചാൽ ആ റിപ്പോർട്ടേഴ്സ് ഇവനെ തേടി വരാനുള്ള റീസൺ തന്നെ ഇപ്പം നമ്മുടെ സിയോങ് അല്ലേ. എന്നാൽ നമ്മുടെ കിമ്മ് പറയുന്നത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല സോളിനെ കാണാൻ ഞാൻ ഇന്നലെ രക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ മാനേജർ അവളെ പറ്റി ചോദിക്കും അവൾക്ക് സത്യം അറിയാവോ എന്നും ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ കിമ്മ് പറയും ഒരിക്കലും ഇല്ല അവൾ വിചാരിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് ഒരുപാട് കടമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് എന്നെ തേടി ആൾക്കാർ വരുന്നത് എന്നൊക്കെയാണ്. ഇതൊക്കെ കേൾക്കുന്ന മാനേജറിന് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോളാണെങ്കിൽ അവളുടെ ഷോപ്പിലായിട്ട് വന്നിട്ട് അവളുടെ ആ സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അവളുടെ പേരെന്ന് വെച്ചാൽ യൂൻ എന്നാണ് കേട്ടോ. അതായത് കിം ആണെങ്കിൽ ഇവളുടെ അടുത്ത് സംസാരിച്ചു. എന്നാൽ അവനാണെങ്കിൽ ഒരിക്കലും കള്ളം പറയുന്നില്ല. ഒരു പക്ഷേ ഇനി ഇവളുടെ പവേഴ്സ് വർക്ക് ആവാത്തതാണോ എന്നൊക്കെ അവൾ ഇങ്ങനെ സംസാരിക്കും. അവൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ സെക്രട്ടറി വന്നിട്ട് പറയും അങ്ങനെയൊന്നുമില്ല ആർക്കാണോ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് അവർ നിന്റെ അടുത്ത് സത്യം മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു നിന്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണെന്നാ തോന്നുന്നത്. ഇത് കേൾക്കുന്നേ സോള് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ കിം ആണെങ്കിൽ ഒരു പുതിയ പാട്ടിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് മാനേജർ വരുന്നതും നമ്മളുടെ കിമ്മ് പറയും ഞാൻ എന്തായിരുന്നാലും ഇനി മുതൽ സിയോങ്ങുമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ ഫീലിങ്സിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. എന്നാൽ നമ്മളുടെ മാനേജർ അവനെ അത് നല്ലതുപോലെ തടയും. എന്നിട്ട് പറയും അങ്ങനെയല്ല നീ 2-3 പാട്ടുകൂടി വർക്ക് ചെയ്യണം. നമ്മളുടെ കമ്പനിയുടെ ഗ്രോത്തിനും അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ അവൻ പറയും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരോട് ചേർന്നിട്ട് നമ്മളുടെ സോളിൻ്റെ അപ്പാർട്ട്മെന്റ് ഇല്ലേ അതിൻ്റെ അതിൽ ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ സോളിനെ കാണും. അവളാണെങ്കിൽ ഈ മാനേജറിനെ കാണുന്നതൊക്കെ മനസ്സിലാവും ഇത് ആ വലിയ കമ്പനിയുടെ പ്രൊഡ്യൂസർ ആയിരിക്കും എന്ന്. എന്നാൽ രണ്ടുപേരോട് വന്നിട്ട് നമ്മളുടെ സോളിൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് അവളുടെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളാണെങ്കിൽ തിരിച്ച് അവൻ്റെ അടുത്തും ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ കിമ്മ് എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന്. കിമ്മ് അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. എന്നാൽ നമ്മുടെ മാനേജർ പറയുന്നത് അവ വെറുതെ വീട്ടിലിരിക്കുക എന്ന്. രണ്ടുപേരും ഡിഫറെൻ്റ് ആൻസറാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ സോൾ ആണെങ്കിൽ ട്രൈ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ആരെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവരുടെ രണ്ടുപേരും സത്യം തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മുടെ സോളാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നത് രണ്ടാവന്മാരും ഭയങ്കരമായിട്ട് നെർവസ് ആവും. അവർ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കും. അവിടെ നമ്മളുടെ മാനേജറാണെങ്കിൽ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എങ്ങനെയായിരിക്കും സോള് സത്യം കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് അവർ വിചാരിക്കും എന്നാൽ ഈ പെണ്ണിന് എന്താ ഇവളെന്തിന് ഇത്ര ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന
നമ്മളുടെ സോളിനെയാണ്. അവളാണെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് ചിന്തിക്കും, എങ്കിലും ഞാൻ എങ്ങനെയായിരിക്കും ആ കിമ്മിന്റെ സത്യം മനസ്സിലാക്കാൻ പോകുന്നത്? അവൻ എൻ്റെ അടുത്ത് ഒരു കള്ളം പറഞ്ഞാൽ എന്താ? എങ്ങനെയെങ്കിലും എനിക്കത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അവനുമായിട്ടൊരു ഡിന്നറിന് പോകാൻ പ്ലാൻ ചെയ്യണം, എങ്കിലേ എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടത്തോളം എന്ന് പറഞ്ഞിട്ട് അവളിരുന്ന് ഓരോന്ന് പ്ലാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ കിമ്മാണെങ്കിൽ ഒരു മാർക്കറ്റിൽ കൂടി നടന്നു പോകാൻ നേരത്ത് ഒരാൾ പെട്ടെന്ന് വന്നിട്ട് അവൻ്റെ ഷോൾഡറിൽ പിടിക്കുന്നതാണ്. നമ്മളുടെ കിമ്മിനാണെങ്കിൽ ഒരു ട്രോമയുണ്ട്. അവൻ പണ്ടും ഇതേപോലെ മാസ്ക് ഇല്ലാണ്ട് ഒരു മാർക്കറ്റിൽ കൂടി നടക്കാൻ നേരത്ത് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ കൊന്നു എന്നതിൻ്റെ പേരിൽ അവനെ കുറേ ആൾക്കാരെടുത്തിട്ട് അടിച്ച് ചവിട്ട് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ അതെല്ലാം ഓർക്കും. അവൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അയാൾ അങ്ങനെ നമ്മളുടെ കിമ്മിനാണെങ്കിൽ അയാളുടെ കയ്യിലിരുന്നൊരു ഫുഡ് കൊടുത്തിട്ട് സോറിയും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ കിമ്മിനെ കാണുന്ന. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് മാസ്കിനെ പറ്റി ചോദിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ മാസ്ക് വെച്ച് നടക്കുന്നുണ്ട്, ഇവ കാലിനെ മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് ഡിന്നർ കഴിക്കാൻ വരുമെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ കിമ്മാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോളാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, ഞാനൊരു ക്വയറ്റ് ഏരിയ കണ്ടുപിടിച്ചോളാം, നീ നിന്റെ നമ്പർ എനിക്ക് തരണം. ഇത് കേൾക്കുന്നതും നമ്മളുടെ കിമ്മാണെങ്കിൽ അവർക്ക് നമ്പർ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളുടെ സോള് കുറെ എക്സ്ക്യൂസസ് പറഞ്ഞ അവന്റെ കയ്യിൽ നിന്ന് നമ്പർ തന്നെ വാങ്ങിച്ചെടുക്കുന്നത്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിമ്മിന്റെ അമ്മയാണെങ്കിൽ സിയോങ്ങിന്റെ കൺസെപ്റ്റിന്റെ ഒരു ഗിഫ്റ്റ് കാർഡ് അവരുടെ മാനേജറിന് കൊണ്ട് കൊടുക്കുന്ന. എന്നിട്ട് പറയുന്നത് തന്നെ, എനിക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുക്കനെ അറിയായിരുന്നു, അങ്ങനെയാണ് എനിക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടിയത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ കിമ്മിന്റെ അമ്മ തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കാണെങ്കിൽ അവരുടെ മോനാണെന്ന് റിവീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോളാണെങ്കിൽ അവളുടെ ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് വരാൻ നേരത്തെ അവിടെയായിട്ട് കാങ്ങ് വരുന്നതാണ്. അതായത് ആ പോലീസ് ഓഫീസർ, അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അവൻ അവിടെ വന്നിട്ട് നമ്മളുടെ സോളിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയും. പണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് ഇവിടെ നമ്മളുടെ സോളും അവൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പറയും, സത്യത്തിൽ ഞാൻ ഇവിടെ വന്നത് തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ നിനക്കിപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ആയില്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ സോൾ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അവൾ പറയും, അതെ നീ പറഞ്ഞത് ശരിയാണ് എന്ന്. പെട്ടെന്ന് തന്നെ അവിടേക്ക് കിമ്മ് കയറി വരും. ഇവനെ കാണുന്ന നമ്മളുടെ സോള് പറയും, ദൈ നിൽക്കുന്നതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ആദ്യമേ നമ്മളുടെ കിമ്മ് ജസ്റ്റ് ഒന്ന് പേടിക്കും, എങ്കിലും അവൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവളുടെ കയ്യിൽ വന്നങ്ങ് പിടിക്കും. ഇത് കാണുന്നേം കാങ്ങിനത് സഹിക്കാൻ പറ്റത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നങ്ങ് പോകും. കിമ്മ് നമ്മളുടെ സോളിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അവിടെ പറയും, സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് അത് പണിഷബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന്. എന്നാൽ നമ്മളുടെ സോള് പറയും, അങ്ങനെയൊന്നുമില്ല, അവൻ നല്ലൊരു മനുഷ്യനാ എന്ന്. എന്നാലും ഞങ്ങൾക്കിടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിനെ ഇത്ര ഡിഫിക്കൽട്ട് ആക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മാണെങ്കിൽ സോളിനൊരു അഡ്വൈസ് കൊടുക്കും, നീ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം, നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന്. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോങ് ഇല്ലേ, അവളാണെങ്കിൽ ആ മാനേജറിനെ ഫോളോ ചെയ്യുന്നതാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിമ്മിന്റെ പ്ലേസ് കണ്ടുപിടിക്കാൻ. പെട്ടെന്ന് തന്നെ മാനേജർ അത് കണ്ടുപിടിച്ചിട്ട് അവളുടെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെയൊന്നും നീ ചെയ്യരുത്. കിം എൻ്റെ അടുത്ത് റീസെൻ്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അവൻ നിനക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുണ്ടാക്കുന്നത് നിർത്താൻ പോവുക എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണ് അവനാണെങ്കിൽ ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് വില്ലിങ് ആയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ സിയോങ്ങിന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഭയങ്കര അഗ്ലി ആയിരുന്നു. അവൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടാണ്ടിരുന്ന സമയത്ത് നമ്മളുടെ കിമ്മ് തന്നെയാണ് അവളുടെ അടുത്ത് വന്നിട്ട് അവളെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്ത് പോരാത്തതിന് അവൾക്ക് ഓപ്പർച്യൂണിറ്റീസും കൊടുത്തു. ഇതിന്റെ പേരിലാണ് സിയോങ്ങിന് കിമ്മിനെ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമാണ് അവിടെ നമ്മളുടെ സോളിന്റെ അസിസ്റ്റന്റ് ഒരുത്തനില്ലേ, അവനാണെങ്കിൽ സിയോങ്ങിന്റെ കൺസേർട്ട് കാണാൻ വേണ്ടിയിട്ട് അവളെ വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. അവിടെ ഒരു ഫാൻ മീറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മളുടെ ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ സിയോങ്ങിന്റെ അടുത്ത് പറയും, ഞാൻ നിങ്ങളെ മുന്നേ കണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന്. എന്നാൽ സിയോങ്ങിന് ഒട്ടും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അന്ന് അവൾ കൊടുത്ത ആ മുട്ടയൊക്കെ എടുത്ത് കാണിക്കും. എന്നിട്ടും അവൾക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ അസിസ്റ്റന്റ് പറയുന്നത്, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്തെങ്കിലും വിഷമമുണ്ടോ, നിങ്ങൾ ഭയങ്കര സാഡായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്ന സിയോങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവൾ വേഗം തന്നെ കണ്ണാടിയൊക്കെ എടുത്ത് മുഖം ചെക്ക് ചെയ്ത് നോക്കാൻ തുടങ്ങും, ഇത് ഇത്രയ്ക്കും വിസിബിൾ ആണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സോളാണെങ്കിൽ കിമ്മിനെ വിളിച്ചിട്ട് ഡിന്നറിന് ക്ഷണിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കിമ്മ് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. എന്താന്ന് വെച്ചാൽ അവന് നമ്മുടെ സോളിനെ അത്ര നന്നായിട്ട് അറിയത്തൊന്നും ഇല്ലല്ലോ. അതിനുശേഷം കാണിക്കുന്ന രണ്ടുപേരോടി ഒരു ഷോപ്പിലായിട്ട് ഫുഡ് കഴിക്കാൻ ചെല്ലുന്നതാണ്. അത് നല്ല ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മുടെ സോളാണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് പറയും, നീ എൻ്റെ അടുത്തൊരു കള്ളം പറയുമോ, എക്സാമ്പിളിന് നീ ഭയങ്കര സുന്ദരിയാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ കിമ്മ അവിടെ അങ്ങ് സമ്മതിച്ചെടുക്കും, അതെ നീ യഥാർത്ഥത്തിൽ നല്ല സുന്ദരിയാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോൾ അങ്ങ് ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ കിമ്മിനൊരു കോൾ വരും. അത് സിയോങ്ങിൻ്റെ അടുത്ത് നിന്നായിരുന്നു. അവൾ പറയുന്നത് തന്നെ, ഞാനിപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പോണ്, ഞാനാണെങ്കിൽ സിയുടെ മുമ്പിലായിട്ട് നിൽക്കുക, ഞാനിപ്പോൾ എടുത്ത് ചാടും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ
നമ്മളുടെ കിമ്മിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പാനിക് അറ്റാക്ക് വരും. അവനാണെങ്കിൽ പെട്ടെന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാൻ തുടങ്ങും. അതായത് അവൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അവൻ പെട്ടെന്ന് തന്നെ മാനേജറിനെ വിളിക്കും. സോളാണെങ്കിൽ പറയും, നീ ഒന്ന് കൂളാവ്, ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും പോകാനായിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ കിമ്മാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു. അവിടെ നമ്മളുടെ കിമ്മ് പറയും, നിന്റെ അടുത്ത് ഞാനൊരു സത്യം പറയാം, ഞാനാണ് ആ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള കിമ്മ്. ഞാനിപ്പോൾ കാണാൻ പോകുന്നത് ആ സിംഗറിനെയാണ്. നീ ഇക്കാര്യം ആരുടെടുത്തും പറയരുത്, നീ അവളുടെ അടുത്തൊന്നും ചോദിക്കാനും പാടില്ല. അങ്ങനെ അവർ ആ ബീച്ചിൻ്റെ അടുത്തായിട്ട് റീച്ച് ആവും. അവനങ്ങനെ അവളെ നോക്കി ചെല്ലുമ്പോൾ അവൾ കടലിൻ്റെ തീരത്തായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവളുടെ ചപ്പൽ കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ കിമ്മിന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഫ്ലാഷ് ആവാൻ തുടങ്ങും. ഇതേ സിറ്റുവേഷൻ അവൻ ഫേസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഈ സിയോങ്ങിനെ എടുത്തുകൊണ്ട് അവൻ്റെ കാറിൻ്റെ ആയിട്ട് കൊണ്ടുവരും. അവളെ അവിടെ കയറ്റിയെങ്കിൽ ഇരുത്തും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയോങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നത് നമ്മളുടെ കിം അവളുടെ അടുത്ത് ഷൗട്ട് ചെയ്യും. എന്നിട്ട് പറയും, നീ മിണ്ടാണ്ടിരുന്നോണം, മര്യാദയ്ക്ക് മാനേജറിൻ്റെ കൂടെ പൊക്കോണോ എന്ന്. ആ ടൈമിൽ നമ്മുടെ സിയോങ് സോളിനെ കാണും. അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നീ ആരായെന്ന്. അപ്പോൾ സോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ ഞാനിവൻ്റെ അയൽക്കാരിയാണ് എന്നാണ്. അവിടെ നമ്മളുടെ മാനേജർ വരുന്നതും സിയോങ് പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ എങ്ങ് പോകും. നമ്മളുടെ കിമ്മ് ഭയങ്കരമായിട്ടും പേടിച്ചു പോയില്ലേ. അവിടെ നമ്മളുടെ സോളും കിമ്മും കൂടി ചേർന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങും. നമ്മളുടെ കിമ്മിൻ്റെ ടെൻഷൻ കണ്ടിട്ട് സോള് പറയും, നീ ഒന്ന് റെസ്റ്റ് എടുത്തോ എന്ന്. അങ്ങനെ അവൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവൻ നല്ലതുപോലെ നൈറ്റ്മെയർ കാണാൻ തുടങ്ങും. അവൻ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ സോളാണെങ്കിൽ അപ്പാർട്ട്മെന്റിൽ എത്തുന്നതും അവിടെ നമ്മളുടെ കിമ്മ് എന്തൊക്കെ പിച്ചും പെയ്യും പറയുന്നുണ്ട്. അവൻ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്. സോൾ അവനെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തായിട്ട് വരുന്നതും അവിടെ നമ്മളുടെ കിമ്മി എന്ന് പിച്ചും പെയ്യും പറയും, ഞാൻ അവളെ കൊന്നിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ സോളിൻ്റെ ചെവിയിലായിട്ട് ആ ബെല്ല് കേൾക്കാൻ തുടങ്ങും. അതായത് നമ്മളുടെ കിമ്മ് പറഞ്ഞത് കള്ളമാണ്. ഇത് കേൾക്കുന്നതിന് നമ്മളുടെ സോള് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അവൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതും നമ്മുടെ കിം ഒരു കള്ളം പറയാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ അത് ഇങ്ങനത്തെ ഒരു കള്ളമായിരിക്കുമെന്ന് നമ്മുടെ സോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.